ഞാൻ പറയാട്ടോ. അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്ക് കൊണ്ടിട്ടോ പറയും. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത്. സ്വതക്കയുടെ പിന്നിൽ സദക്ക കൊടുത്തവനാണ് ഇജാബത്ത്. നമ്മള് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാൽ ജുമ കഴിഞ്ഞതിന് ശേഷം ഖബർ സിയാറത്തിന് പോകും. അപ്പോൾ ഉസ്താദന്മാരാരേലും കൂട്ടും. ആരെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ ദ്വാരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ, ഒരു ഹദിയ കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളതല്ല, അതുകൊണ്ട് 100 റുപ്യ മതിയെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ചാൽ എന്താ വെച്ചാൽ ഈ ദ്വാരക്കണേനുള്ള കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദ്വാ ഫ്രീ ആണല്ലോ, കൊടുക്കുന്നത് ഹദിയാക്കിയാൽ മതിയല്ലോ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇത് കൊടുക്കുമ്പോൾ അയാൾ ദ്വാരക്കുകയാണെങ്കിൽ തിരിച്ചു ദ്വാരന്നിട്ട് പോന്നാൽ മതി. എന്താ വെച്ചാൽ ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്. ദ്വാന്റെ കൂലി അവിടേക്ക് എത്തൂല. വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ്. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ?